ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പല ടൈം ഫ്രെയിമിൽ ചാർട്ടിൻ്റെ ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ നോക്കി എങ്ങനെ നമുക്ക് സ്റ്റഡിയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പം നമ്മളിവിടെ നോക്കുന്നത് ഹയർ ഹൈ ലോ, ലോവർ ഹൈ ലോവർ ലോ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻ, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതലും സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ആ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ച് നമ്മളെന്ന് പറയണം, ക്യാൻഡിലിൻ്റെ ആ ഒരു സൈക്കോളജിയെക്കുറിച്ച്. ഈ ഒരു ചാർട്ടിൽ ഒരു സൈക്കോളജി ഉണ്ട് എന്ന് വെച്ചാൽ മറ്റുള്ളവരെന്ത് ചിന്തിക്കാം, അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ്സ് താഴത്തോട്ട് മേപ്പോട്ടൊക്കെ പോകുമ്പം ബൈയിങ് പ്രഷർ മനസ്സിലാക്കുന്നത്, സെല്ലിങ് പ്രഷർ മനസ്സിലാക്കുന്നത്, അതൊക്കെ കുറച്ച് സൈക്കോളജിക്കലായിട്ടും കൂടെ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ, ആ ഒരു ചാർട്ടിൻ്റെ വ്യൂ മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ടൈം ഫ്രെയിമിൽ വേണമെങ്കിലും പോയിട്ട് നമുക്ക് ട്രേഡും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു മന്ത്ലി ചാർട്ട് ആണ് എടുത്തിരിക്കുന്നത്. ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. നിഫ്റ്റിയിൽ മാത്രമല്ല, നമുക്ക് ലോകത്തുള്ള എല്ലാ ചാർട്ടിലും ഇതുപോലെ തന്നെ സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മന്ത്ലി ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ ആദ്യം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടുന്നത് ഈ പറയുന്ന ഹയർ ഹൈ ലോ, ലോവർ ഹൈ ലോവർ ലോയ്ക്കാണ്. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ, തോനെയൊന്നും പോകുന്നില്ല, ഇത്രയും ഒരു ഏരിയ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഈ ഒരു വ്യൂ മന്ത്ലി ചാർട്ടിൽ നോക്കുമ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇവിടുന്ന് നല്ലൊരു സെല്ലിംഗ് പ്രഷർ വന്നു, തിരിച്ച് കയറി തിരിച്ച് താഴത്ത് വരുമ്പോൾ ഈ തൊട്ട് മുമ്പുള്ള ലോ വരെയും ഇത് സപ്പോർട്ടാകാം. ട്രെൻഡായിട്ട് പോകുമ്പോൾ കൂടുതലും മാർക്കറ്റ് ഈ ലോയിൽ വരാതെ ആയിരിക്കും കൂടുതലും പോകുന്നത്. ഓക്കെ, തിരിച്ച് തൊട്ട് മുമ്പുള്ള ഹൈനെ കട്ട് ചെയ്യും, തിരിച്ച് വരുമ്പോൾ തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് പോകല്, ഇനി തിരിച്ച് വരുമ്പോൾ ഈ ലോ വരെയും സപ്പോർട്ടാകാം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇത് ഇങ്ങനെ ഹൈ വെച്ച് പോകുമ്പോൾ, ഹൊറിസോണ്ടലായിട്ടുള്ള സപ്പോർട്ടിൽ വരാതെ പോകുമ്പോൾ നമ്മൾ എന്താ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു 2 പോയിൻ്റ് തമ്മിൽ നമുക്ക് കണക്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? നമ്മൾ ഇവിടുന്ന് ട്രെൻഡ് ലൈൻ കണക്ട് ചെയ്ത് വിടുക. പിന്നീട് എപ്പോഴെങ്കിലും ഈ ട്രെൻഡ് ലൈനിലേക്ക് വരുമ്പോൾ വീണ്ടും ഇവിടെ സപ്പോർട്ടാകാം എന്നുള്ളൊരു വ്യൂ. ആ ട്രെൻഡ് ലൈനിൻ്റെ തൊട്ടടുത്തുനിന്ന് പോലും റിവേഴ്സ് ആകാം, അല്ലെങ്കിൽ ട്രെൻഡ് ലൈനെ തൊട്ടിട്ട് റിവേഴ്സ് ആകാം, ട്രെൻഡ് ലൈനെ ജസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന കണക്ക് കാണിച്ചിട്ടും റിവേഴ്സ് ആകാം. അതാണ് ട്രെൻഡ് ലൈനിൻ്റെ സ്റ്റഡി. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ പിന്നെ എന്താ സംഭവിക്കുന്നത്? ഈ ട്രെൻഡ് ലൈൻ്റെ അടുത്ത് വന്നു, വീണ്ടും ഹയർ ലോയിൽ തന്നെ മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇവിടുന്ന് ചെറിയൊരു സെല്ലിംഗ് പ്രഷർ വന്നിരുന്നു, വീണ്ടും മുകളിലേക്ക് പോയി. തിരിച്ച് താഴത്ത് വരുമ്പോൾ ഈ ലോയ്ക്ക് താഴത്ത് ഒരിക്കലും പോകരുത്, ഈ ലോ വരെയും സപ്പോർട്ടാകാം. എന്തായി? എക്സാക്റ്റ് ആ ലോയിൽ വന്നു, തിരിച്ച് വീണ്ടും കയറാൻ നോക്കി. അപ്പോൾ തിരിച്ച് കയറുമ്പോൾ എന്ത് സംഭവിക്കണം? ഈ ഹൈക്ക് മുകളിൽ പോകണം. ഇത് ഈ ഹൈക്ക് മുകളിൽ പോയിട്ടില്ല, തിരിച്ചിറങ്ങിയാലും ഈ ലോ വരെയും വീണ്ടും ഇത് സപ്പോർട്ടാകാം. തിരിച്ചിറങ്ങിയാലും അപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ ഈ തൊട്ട് മുമ്പുള്ള ഈ ലോയ്ക്ക് താഴത്തിന് വരരുത്. ഈ ലോയ്ക്ക് താഴത്ത് വന്നാൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്, ആ ട്രെൻഡ് ലൈനെയും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? ഈ ലോ വരെയും വരാം. മന്ത്ലി ചാർട്ടിലെ വ്യൂ ആണ്. ഇവിടുന്ന് നല്ലൊരു ബൈയിങ് പ്രഷർ ഇവിടുന്ന് മേപ്പോട്ട് കാണിച്ച് കഴിഞ്ഞാൽ, മന്ത്ലിയിൽ നല്ലൊരു ബൈയിങ് പ്രഷർ മേപ്പോട്ട് കാണിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? വീണ്ടും ഇത് മുകളിലേക്ക് പോകാം. അപ്പോൾ ഇതൊരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, എന്താണ്, എങ്ങനെ കപ്പ് ആൻഡ് ഹാൻഡിൽ മനസ്സിലാക്കാം? ഇവിടുന്ന് ഇങ്ങനെ താഴെ വന്നു, തിരിച്ച് കയറി ഇവിടെ ഹാൻഡിൽ പാറ്റേൺ ആയിട്ടാണ് നിൽക്കുന്നത്. കപ്പ് ആൻഡ് ഹാൻഡിൽ എന്ന് നമ്മൾ അതിനെ പറയും. പാറ്റേണിൽ നമ്മൾ കൂടുതലും പാറ്റേൺ ഒന്നും നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ പറയുന്ന ഹയർ ലോ, ലോവർ ലോവർ ലോ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈനൊക്കെ നോക്കിയാൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പറയുന്ന പാറ്റേൺസൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഹയർ ലോ ഒക്കെ വരച്ചു. അപ്പോൾ ഇതിൻ്റെയൊക്കെ സപ്പോർട്ട് റെസിസ്റ്റൻസ് എങ്ങനെയാണ് നോക്കുന്നത്? ഇവിടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മൾ എപ്പോഴും മാർക്ക് ചെയ്യുമ്പം ബോഡിയും വിക്കും കൂടെ ചേർത്ത് എപ്പോഴും ഒരു സോൺ ആക്കിയിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. അതിൻ്റെ എക്സ്ട്രീം ലോ എന്ന് പറയുന്നത് ആ വിക്കിൻ്റെ ഏരിയ തന്നെയായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഇവിടെ നേരത്തെ റെസിസ്റ്റൻസ് ആയിരുന്നു, അപ്പോൾ തിരിച്ച് കയറുമ്പോൾ ആ ഒരു ഹൈ വരെയും റെസിസ്റ്റൻസ് ആകാം. അതിൻ്റെ മുകളിൽ പോയാലാണ് വീണ്ടും മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ മേപ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഇവിടെയുള്ള റെസിസ്റ്റൻസുകളെ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഓക്കെ, അതുപോലെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ സപ്പോർട്ടിനെയും നമ്മൾ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് തന്നെ പോകണം. ഓൺ ദ സ്പോട്ടിൽ ഈ സ്റ്റഡി എല്ലാം ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ ഇപ്പം നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത്, അവിടുത്തെ ഒരു ഹൈ പോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ് റെസിസ്റ്റൻസ് ഏരിയ. ഇതാണ് റെസിസ്റ്റൻസ് ഏരിയ ഇപ്പോഴത്തെ നിലവിലത്തെ മന്ത്ലി ചാർട്ട് നോക്കുമ്പോൾ. ഓക്കെ, തിരിച്ചിറങ്ങുമ്പോൾ ഒരു സപ്പോർട്ട് ഏരിയ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ്. അപ്പോൾ ഈ ചാർട്ടിൻ്റെ വ്യൂ ഇതുപോലെ നമ്മൾ മനസ്സിലാക്കുക. എവിടെ ഇത് സപ്പോർട്ട് എടുക്കാം, എവിടെ റെസിസ്റ്റൻസ് എടുക്കാം, അല്ലെങ്കിൽ ഏത് ലോ വരെ ഇത് വാലിഡ് ആകാം.
ഏത് ലോയ്ക്ക് താഴത്ത് വന്നാൽ അത് വീണ്ടും താഴത്തേക്ക് പോകാം. ഓക്കെ, ഇപ്പോൾ നിലവിൽ ഈ നമ്മൾ ചാർട്ട് നോക്കുമ്പോൾ അപ്പ് ട്രെൻഡിൽ തന്നെയാണ് പോകുന്നത്. ഹയർ ഹൈ ഹയർ ലോയിൽ ട്രെൻഡായിട്ട് പോവുകയാണ്. അപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു സപ്പോർട്ട് ഏരിയ വരെയും മന്ത്ലിയിൽ എന്താകാം, മാർക്കറ്റ് സപ്പോർട്ടായിട്ട് തന്നെ ആക്ട് ചെയ്യാം. ഇവിടുന്ന് തിരിച്ച് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയും അവിടെയുണ്ട്. തിരിച്ച് ഈ ലോയ്ക്ക് താഴത്ത് വരരുത്. ഇവിടെ ട്രെൻഡ് ലൈനും വരുന്നുണ്ട്. അപ്പോൾ ഇതിന് താഴത്ത് വരരുത്. ഓക്കെ, സ്ട്രോങ് ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ അവിടുന്ന് വീണ്ടും ഇങ്ങനെ അടുത്ത സപ്പോർട്ടിനെ തേടി വരും. ഓക്കെ, എന്നിട്ട് ചിലപ്പോൾ താഴെ വരികയാണെങ്കിൽ ഇവിടെ നിന്നിട്ട് നല്ലൊരു ബൈയും പ്രഷർ കാണിച്ചിട്ടായിരിക്കും വീണ്ടും ഇത് മുകളിലിട്ട്. അപ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് അവസാനത്തെ കൈക്ക് മുകളിൽ കയറുന്നുണ്ടോ, അപ്പോഴായിരിക്കും ആ ഒരു ട്രെൻഡ് ചേഞ്ച് ആകുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ തൊട്ട് മുമ്പുള്ള ലോ വരെയും വരാം, അല്ലെങ്കിൽ ലോയിൽ വരാതെ തിരിച്ച് കയറാം. അങ്ങനെ കയറുകയാണെങ്കിൽ ട്രെൻഡ് ലൈൻ കണക്ട് ചെയ്ത് അങ്ങ് വിട്ടാൽ മതി. വീണ്ടും ഇങ്ങനെയായിരിക്കും മാർക്കറ്റ് പോകുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഒരു റേഞ്ചിൽ വന്നിട്ട് ഈ മാർക്കറ്റ് സൈഡ് വൈസ് ആകും. ഓക്കെ, ഇങ്ങനെ ഒരു റേഞ്ചിൽ വന്നിട്ട് ഒരു ഹൈയിലോ ലോയിലോ വന്നിട്ട് ഇങ്ങനെ സൈഡ് വൈസ് ആവും. ഒന്നുകിൽ ട്രെൻഡായിട്ട് താഴത്തോട്ടും മേപ്പോട്ടും പോകും, അല്ലെങ്കിൽ ഒരു ഏരിയയിൽ വന്നിട്ട് താഴെ മേളിലുമായിട്ട് ഇങ്ങനെ സൈഡ് വൈസ് ആവും. ഈ 3 രീതിയിലായിരിക്കും ആ ട്രെൻഡ് പോകുന്നത്. ഇത് എപ്പോഴും നമ്മൾ ഓർമ്മയിൽ വെച്ചോണം, ആ ട്രെൻഡ്. ഓക്കെ, ഇത് മന്ത്ലി ചാർട്ട് വ്യൂ ആണ്. ഇനി നമുക്ക് വീക്കിലിയിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. വീക്കിലി ചാർട്ട്. ഓക്കെ, ഇപ്പോൾ മന്ത്ലിയിൽ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ബുള്ളിഷിൽ തന്നെയാണ്, ഇപ്പോൾ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിൽക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഈ ഇത്രയും ഒരു ഏരിയ എടുക്കുമ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താ, മാർക്കറ്റ് ഇവിടെ ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു ലോയിൽ നിന്നാണ് ഇവിടം വരെ പോയത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇവിടുത്തെ ഒരു എക്സ്ട്രീം ലോ എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ്. ഓക്കെ, ഈ ലോ വരെയും ഇത് സപ്പോർട്ടാകാം, ഇതിന് താഴത്ത് വരില്ല. ഇതിന് താഴത്ത് സ്ട്രോങ് ആയിട്ട് ഇറങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ വീണ്ടും തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ പോകണമെന്നില്ല, അതിന് മുമ്പ് തന്നെ റിവേഴ്സായി താഴത്തോട്ട് അടുത്ത സപ്പോർട്ടിനെ തേടി വരാം. അപ്പോൾ ഇവിടെ സംഭവിച്ചത് അതാണ്. തിരിച്ച് താഴത്ത് വന്നു, എന്തായി, ഇവിടെ വന്നിട്ട് ചെറിയൊരു ബൈയും പ്രഷർ കാണിച്ചു സപ്പോർട്ട് ഏരിയ ആയതുകൊണ്ട്. ഓക്കെ, എന്നിട്ട് വീണ്ടും തിരിച്ച് താഴത്ത് അതിന് സ്ട്രോങ് ആയിട്ടൊരു ക്യാൻഡിൽ വീക്ക്ലിയിൽ ക്ലോസ് വെച്ചു. അതിനുശേഷം തിരിച്ച് കയറിയപ്പോൾ നല്ല രീതിയിൽ മുകളിലോട്ട് കയറാൻ പറ്റിയില്ല, പിന്നെ ഹൈ വെക്കാനായിട്ട് പറ്റിയില്ല. തിരിച്ച് വീണ്ടും ലോവർ ഹൈ ലോവർ ലോയിലാണ് ഇത് വരുന്നത്. തൊട്ട് മുമ്പുള്ള ഹൈക്ക് മുകളിൽ പോകരുത്. തൊട്ട് മുമ്പുള്ള ഹൈ വരെയും ഇത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം. ട്രെൻഡായിട്ട് വരുമ്പോൾ കൂടുതലും ഇങ്ങനെ തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ പോകാതെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഓൺ ദ സ്പോട്ടിൽ തന്നെ ഈ ട്രെൻഡ് ലൈൻ അന്നേരം മാർക്ക് ചെയ്തോണം, 2 പോയിൻ്റ് തമ്മിൽ കിട്ടിക്കഴിഞ്ഞാൽ. പിന്നെ ചില ഏരിയയിൽ നമുക്ക് കറക്റ്റായിട്ട് ഈ ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റണമെന്നില്ല, അതങ്ങ് വിട്ടേക്കുക. ഓക്കെ, ഇതിപ്പോൾ വരുന്നത് ലോവർ ഹൈ ലോവർ ലോയിലാണെന്ന് നമുക്കറിയാം വീക്കിലിയിൽ. ഇവിടുന്ന് തിരിച്ച് കയറുമ്പോൾ ഈ ഹൈ വരെയും ഇത് റെസിസ്റ്റൻസ് ആണ്. ഈ ഹൈക്ക് മുകളിൽ പോവാതെ തിരിച്ച് വീണ്ടും താഴത്ത് വന്നു. ഇവിടെ വന്നിട്ട് ഈ താഴത്തുള്ള ലിക്വിഡിറ്റിയൊക്കെ എടുത്തതിന് ശേഷം മാർക്കറ്റ് വീണ്ടും അവസാനത്തെ ഹൈക്ക് മേളിൽ കയറി ആ ട്രെൻഡ് റിവേഴ്സായി കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കില്ല, തിരിച്ച് താഴത്ത് വരുമ്പോൾ തൊട്ട് മുമ്പുള്ള ഈ റെസിസ്റ്റൻസ് ഏരിയ പോലും സപ്പോർട്ടാകാം. അതിൻ്റെ വിക്ക് മുതൽ ബോഡി വരെ സപ്പോർട്ടാകാം. താഴെ വന്നാലും ഈ ലോ വരെയും വീണ്ടും സപ്പോർട്ട് തന്നെ. പക്ഷേ താഴെ വരാതെ ഇങ്ങനെ ട്രെൻഡായിട്ടായിരിക്കും കൂടുതലും മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ബുള്ളിഷായിട്ട് പോകുമ്പോൾ നമ്മൾ ഈ കാര്യം നോക്കുക, തിരിച്ചു വരുമ്പോൾ തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് വരരുത്. ഓക്കെ, തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് സ്ട്രോങ് ആയിട്ട് പോകരുത്. അതേ സപ്പോർട്ടിൽ വന്നിട്ടാണ് വീണ്ടും ഇവിടുന്ന് മാർക്കറ്റ് ഇങ്ങനെ വീണ്ടും തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് വരാതെ തൊട്ട് മുമ്പുള്ള ഹൈനെ കട്ട് ചെയ്തു, വീണ്ടും തൊട്ട് മുമ്പുള്ള ഹൈനെ കട്ട് ചെയ്തു. ഇവിടെ എത്തിയപ്പോൾ ആ ബൈയും പ്രഷർ കുറയുന്നു, അത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് എന്ത് സംഭവിച്ചു, അവസാനത്തെ ലോയ്ക്ക് താഴത്ത് മാർക്കറ്റിന് വീണ്ടും വരാൻ പറ്റി. അപ്പോൾ അവസാനത്തെ ലോയ്ക്ക് താഴത്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ തൊട്ട് മുമ്പുള്ള ലോ വരെയും വരാം, അടുത്ത സപ്പോർട്ടിനെ തേടി മാർക്കറ്റ് വരും. എന്ത് സംഭവിച്ചു, തിരിച്ച് വീണ്ടും ഇവിടെ വെച്ചിട്ട് ഈ ഒരു ലോയിനെ കട്ട് ചെയ്തതുകൊണ്ട് തിരിച്ച് ചെല്ലുമ്പോൾ ഈ ഹൈ വീണ്ടും റെസിസ്റ്റൻസ് ആകാം. ഓക്കെ, അപ്പോൾ വീണ്ടും അതേ സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള ആ ഒരു എക്സ്ട്രീം സപ്പോർട്ട് ഏരിയ, അല്ലെങ്കിൽ ആ ഒരു വീക്കിലിയിലെ ഡിമാൻഡ് ഏരിയ, നമ്മൾ നേരത്തെ മന്ത്ലിയിൽ നോക്കിയ അതേ ഒരു റേഞ്ച് തന്നെയാണിത്. കണ്ടില്ലേ, അപ്പോൾ ഈ ലോ വരെയും ഇത് സപ്പോർട്ടാണ്. ഇതിന് താഴത്ത് വരല്ലേ, ഇതിന് താഴത്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ എക്സ്ട്രീം ഒരു സപ്പോർട്ട് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഏരിയ. ഓക്കെ, ഇവിടം വരെ വരാനുള്ള സാധ്യതയുണ്ട് ആ ലോയ്ക്ക് താഴത്ത് വന്നു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കണം, ഇപ്പം നിൽക്കുന്ന ഏരിയയിൽ വെച്ചിട്ട് മാർക്കറ്റ് ഒരു ബുള്ളിഷ് സ്ട്രെങ്ത് കാണിച്ചിട്ട്
തിരിച്ച് കയറണം. ഇവിടെ നിന്നൊരു ബുള്ളി സ്ട്രെങ്ത് കാണിച്ചിട്ട് ഒരു പക്ഷേ ഇങ്ങനെ കയറാം. ഇവിടെ വന്നു വീണ്ടും ഈക്വൽ ലോ പോലെ വെച്ചിട്ടോ അല്ലെങ്കിൽ താഴത്തുള്ള ലിക്വിഡിറ്റി മൊത്തവും എടുത്തിട്ട് അവസാനത്തെ ഹൈക്ക് മേളിൽ കയറിയിട്ട് വീണ്ടും ഇത് ട്രെൻഡായിട്ട് ഇങ്ങനെ ഹയർ ലോയിൽ വീണ്ടും ഇങ്ങനെ പോകും. അപ്പോൾ ഇത് തിരിച്ച് കയറി കഴിഞ്ഞാൽ തൊട്ട് മുമ്പുള്ള റെസിസ്റ്റൻസിൽ ചെന്നിട്ട് ചിലപ്പോൾ ബ്രേക്ക് ചെയ്ത് നല്ല കണക്ക് പോകാം, അല്ലെങ്കിൽ അവിടെ ചെന്ന് ചെറുതായിട്ടൊന്ന് വീണ്ടും താഴത്തോട്ട് വരാൻ ശ്രമിച്ചതിന് ശേഷം തിരിച്ച് വീണ്ടും നല്ല രീതിയിൽ കയറിപ്പോകാം. ഓക്കെ, ഇപ്പോഴത്തെ നിലവിലെ വീക്ക്ലിയിലെ വ്യൂ അന്നേരം നോക്കുമ്പോൾ ഇതാണ്. അപ്പോൾ ഈ നോക്കുന്ന കൂട്ടത്തിലെല്ലാം നമ്മൾ ഈ പറയുന്ന സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ഈ പറയുന്ന ഹയർ ലോ, ലോവർ ലോ ഇതെല്ലാം നോക്കണം. ട്രെൻഡായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെ ട്രെൻഡായിട്ടാണ് പോയിരുന്നത്. ഓക്കെ, പിന്നെ ഈ മേപ്പോട്ട് നോക്കുമ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ നിന്ന് ആ സിറ്റുവേഷൻ മാറി. അപ്പോൾ നമ്മളത് ചേഞ്ച് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ ട്രെൻഡ് ലൈൻ കൂടുതൽ ടച്ച് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്യണം. കിട്ടാത്തിടത്തൊക്കെ വിട്ടേക്കുക. ചില ഏരിയയിൽ കിട്ടണമെന്നില്ല കറക്റ്റായിട്ട്, കൂടുതൽ ടച്ചസ് കിട്ടിപ്പോകണം നമുക്ക്. അപ്പോൾ ട്രെൻഡായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ട്രെൻഡ് ലൈൻ കണക്ട് ചെയ്ത് കൊടുക്കും. ഇത് മേളിലും നമുക്ക് ചെയ്യാം. പുതിയ ഹൈ വെച്ച് തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ പുതിയ ഹൈ വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ട്രെൻഡ് ലൈൻ കണക്ട് ചെയ്ത് മേപ്പോട്ടും കൊടുക്കാം. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ ആ ട്രെൻഡ് ലൈനിൻ്റെ ഹൈ ഏരിയ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആകാം എന്നുള്ളൊരു വ്യൂ അന്നേരം നമുക്കവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് വീക്കിലിയിലെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴും ഇതിങ്ങനെ ട്രെൻഡായിട്ട് തന്നെ വരികയാണ്. ഉണ്ടല്ലേ? ഒരു പക്ഷേ എന്ത് സംഭവിക്കാം, ഇവിടുന്ന് തിരിച്ച് കയറുമ്പോൾ വീണ്ടും ഈ ട്രെൻഡ് ലൈൻ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാം, താഴെ വരാം, പിന്നെ ഇതിനുള്ളിൽ വന്നിട്ട് ഈ ട്രെൻഡിനെയും ബ്രേക്ക് ചെയ്യാം, അവസാനത്തെ ഹൈനെയും ബ്രേക്ക് ചെയ്യാം, തിരിച്ച് വീണ്ടും ഇങ്ങനെ ഹയർ ലോയിൽ പോകാം. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റഡി പ്ലാൻ ചെയ്യുകയും കൂടെ വേണം. ഇനി എന്ത് സംഭവിക്കാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ട് എന്നുള്ളത് ആ ഒരു ചാർട്ടിൻ്റെ വ്യൂ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ വീക്കിലി ചാർട്ടിലെ ഒരു വ്യൂ നോക്കുന്ന രീതി ഇതായിരുന്നു. ഇനി നമുക്ക് ഡെയിലിയിലൊന്ന് നോക്കാം. ഇപ്പോൾ ഡെയിലി ചാർട്ടിലും നമുക്ക് ഓൾറെഡി മന്ത്ലിയിലും വീക്കിലിയിലും നോക്കിയത് കൊണ്ട് നമുക്ക് ഏകദേശം ഒരു വ്യൂ അവിടെ ഉണ്ട്, എന്തായിരുന്നു നിലവിൽ സംഭവിച്ചിരുന്നത് എന്നുള്ളത്. അപ്പോൾ ഡെയിലിയിലിപ്പം ഈ ഇത്രയും ഒരു ഏരിയ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇതേ സ്റ്റഡി തന്നെയാണ് ഇവിടെ നോക്കുന്നത്. ഹയർ ലോ, ലോവർ ലോ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻ. ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ആ ഒരു സൈക്കോളജി മസ്റ്റായിട്ടും നമ്മൾ വാച്ച് ചെയ്തിരിക്കണം. ഓരോ ക്യാൻഡിൽ സ്റ്റിക്കും എന്താണ് നമ്മളോട് പറയുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ആ കയറുന്നതിലും ഇറങ്ങുന്നതിലും എല്ലാം നമുക്ക് കാണാൻ പറ്റും ഹയർ ലോ, ലോവർ ലോയിലാണോ മാർക്കറ്റ് വരുന്നതെന്നുള്ളത്. ഇതാണ് ആ ഒരു മാർക്കറ്റിൻ്റെ ട്രെൻഡ് നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇങ്ങനെ വരികയാണെങ്കിൽ ഇതിനെ എന്താ നമ്മൾ പറയുന്നത്? ലോവർ ലോ. ഇങ്ങനെ വരുമ്പോൾ തൊട്ട് മുമ്പുള്ള ഹൈ വരെയും ഇത് റെസിസ്റ്റൻസ് ആകാം. ചില സമയത്ത് ജസ്റ്റ് ഫേക്കായിട്ട് മേളിലോട്ടൊക്കെ ഒന്ന് കയറുന്നതാണ് കാണിച്ചിട്ട് തിരിച്ച് താഴത്തോട്ട് വരാം. അത് മേളിലുള്ള ലിക്വിഡിറ്റി എടുത്തിട്ട് തിരിച്ചിറങ്ങുന്നതാണ്. എന്തായി? തൊട്ട് മുമ്പുള്ള ലോയിനെ വീണ്ടും കട്ട് ചെയ്തു, തിരിച്ച് കയറുമ്പോൾ തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ പോയില്ല, അവസാനത്തെ ലോ സപ്പോർട്ടായി, ഇവിടെ അല്ല റെസിസ്റ്റൻസ് ആയി, വീണ്ടും താഴെ വന്നു. ഓക്കെ, അപ്പോൾ തിരിച്ച് കയറുമ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു ഹൈ എന്ന് പറയുന്നത് ഏത് പോയിൻ്റാണ്? ഇത് എവിടെ നിന്നാണോ ആ ഒരു ബിഗ് മൂവ്മെൻറ്റ് അവസാനമായിട്ട് വന്നത് ആ ഏരിയ വരെ റെസിസ്റ്റൻസ് ഏരിയ, ഈ ഹൈ വരെ. ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റിക്കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ അവസാനത്തെ ഈ ലോ വരെയും ഇത് സപ്പോർട്ടാകാം. ഒരു പക്ഷേ ആ ലോയിൽ വരാതെയും തിരിച്ച് കയറിപ്പോവാം. ഓക്കെ, അവസാനത്തെ ഹൈനെ കട്ട് ചെയ്തപ്പോൾ ആ ട്രെൻഡ് അവിടെ റിവേഴ്സായി. അപ്പോൾ ഇവിടുന്ന് വീണ്ടും എങ്ങനെയാണ് പോകുന്നത്? തിരിച്ച് വീണ്ടും ബുള്ളിഷായിട്ട് തന്നെയാണ് പോകുന്നത്. ഈ പോകുന്ന പോക്കിലൊക്കെ ഇവിടെ വന്നിട്ടൊരു സെല്ലിംഗ് പ്രഷർ കാണിച്ചിരുന്നു, തിരിച്ച് വീണ്ടും കയറി, ഇവിടെ ചെറിയൊരു സെല്ലിംഗ് പ്രഷർ കാണിച്ചു, തിരിച്ച് വീണ്ടും മേളിപ്പോയി. ഇങ്ങനെ ട്രെൻഡായിട്ട് കയറിപ്പോകും. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഇത് പുതിയ ഹൈ വെച്ച് പോവുകയാണെങ്കിൽ ഈ ഒരു ഹൈയിൽ നിന്നും ഈ ഒരു ഹൈ തമ്മിൽ കണക്ട് ചെയ്ത് വിടുക. അപ്പോൾ നമുക്ക് ഇത് മേളിലോട്ട് പോയാൽ ട്രെൻഡ് ലൈനിൻ്റെ ആ ഒരു ഹൈ വരെ പോകാമെന്നുള്ളൊരു വ്യൂ കിട്ടും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ ഒരു ക്യാൻഡിലും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഒരു ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിലിന് നമ്മൾ എന്ത് പേര് പറയും? ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ ഇതിനെ നമ്മൾ ഹാങ്ങിങ് മാൻ എന്ന് പറയും. കാരണം അതൊരു സപ്പോർട്ട് ഏരിയയിൽ ആ ഒരു ക്യാൻഡിൽ വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഹാമർ ക്യാൻഡിൽ എന്ന് പറയും. ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഹാങ്ങിങ് മാൻ എന്ന് പറയും. അപ്പോൾ ആ ഒരു ക്യാൻഡിലിൻ്റെ സൈക്കോളജിയും നമ്മൾ അറിഞ്ഞിരിക്കണം, എന്താണ് ആ ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അതുപോലെ ഇതിങ്ങനെ താപ്പോട്ട് വരുമ്പോൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത്രയും ഒരു ഏരിയയിൽ ഈ ഡെയിലി ടൈം ഫ്രെയിമിൽ ഇത് ലോവർ ലോയിലാണ് താഴത്തോട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ താഴത്തോട്ട് വരുമ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലും കൂടെ ശ്രദ്ധിച്ചോണം ഇത് എവിടെയൊക്കെ സപ്പോർട്ട് എടുക്കാമെന്നുള്ളത്. അപ്പോൾ ഇത് ഇവിടെ താഴത്തോട്ട് വരുമ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കാമായിരുന്നു, അങ്ങനെയുള്ള ഒരു ഏരിയ ആണിത്.
ഓക്കെ, അപ്പോൾ അവിടെ ഒരു സപ്പോർട്ടുണ്ട് എന്നുള്ളൊരു വ്യൂ നമ്മൾ നേരത്തെ തന്നെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, ഇനിയും അത് താഴത്തോട്ട് വന്നാൽ ഇവിടെ ഒരുപാട് തവണ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു ഏരിയ, ഇത് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആകാം എന്നുള്ളൊരു വ്യൂ. ഇങ്ങനെ തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള സപ്പോർട്ട് ഏരിയകളും നോക്കിക്കൊണ്ട് വരണം മാർക്കറ്റ് താപ്പോട്ട് വരുമ്പോൾ. ഓക്കെ, മുകളിലോട്ട് പോകുമ്പോൾ എന്താ നമ്മൾ നോക്കണ്ടേ? മുകളിലോട്ട് കയറി ഇപ്പോൾ ഇവിടുന്ന് മുകളിലോട്ടാണ് പോയ മാർക്കറ്റ്. ഈ ഒരു ഏരിയയിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് നോക്കണം? അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ താഴത്ത് വന്നു, തിരിച്ച് മേപ്പോട്ട് കയറി പോകുന്നു. അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഇതാണ്. അപ്പോൾ നേരത്തെ ഇവിടെ സപ്പോർട്ടും എടുത്തിരുന്നു, അത് വീണ്ടും റെസിസ്റ്റൻസ് ഏരിയ. അപ്പോൾ ഇങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ റെസിസ്റ്റൻസ് പോയിൻറ്റുകൾ മാർക്ക് ചെയ്ത് കൊടുത്തേക്കണം. അവിടെ റെസിസ്റ്റൻസ് എടുക്കാം. അപ്പോൾ തിരിച്ച് വീണ്ടും മേളിലോട്ട് പോവുകയാണെങ്കിൽ അടുത്തൊരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ വരാം. ഓക്കെ, ഇനിയും തിരിച്ച് മുകളിലോട്ട് പോകുമ്പോൾ അടുത്തൊരു റെസിസ്റ്റൻസ് ഒരു ഏരിയ ഈ ഒരു പോയിൻ്റ് വരാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ മേപ്പോട്ട് പോകുന്ന മാർക്കറ്റിൽ ഈ റെസിസ്റ്റൻസുകളെയും നോട്ട് ചെയ്യണം ഓൺ ദി സ്പോട്ടിൽ തന്നെ. ഓക്കെ, എല്ലാ ഏരിയയിലും പോയിട്ട് വരച്ചിടണ്ട. മാർക്കറ്റ് എവിടെയാണോ കറണ്ട് മാർക്കറ്റ് സിറ്റുവേഷൻ നിൽക്കുന്നത് അതിൻ്റെ കുറച്ച് അടുത്തുള്ള താഴത്തും മേളിലുമായിട്ടുള്ള ഒരു 2-3 ഏരിയകൾ മാർക്ക് ചെയ്തിട്ടിരുന്നാൽ മതി. അല്ലാതെ എല്ലാ ഏരിയയിലും പോയിട്ട് വരയും കുറിയൊന്നും ഇട്ട് വെക്കേണ്ട കാര്യമില്ല. ഞാൻ ഇത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് വരച്ച് ഇത്രയും വരകളും ഇതൊക്കെ ഒന്ന് ഇട്ട് കാണിക്കുന്നതേ ഉള്ളൂ, ആ ഒരു സ്റ്റഡി നോക്കാൻ വേണ്ടി. ഓക്കെ, ഈ താഴെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കാണാം? തൊട്ട് മുമ്പുള്ള ലോയിൽ വരാതെ ഇവിടുന്ന് പോയെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ലോയും തമ്മിൽ കണക്ട് ചെയ്ത് ഇങ്ങനെ ട്രെൻഡായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ മൂന്നാമത് ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് നിന്നോ അല്ലെങ്കിൽ ഈ ട്രെൻഡ് ലൈനെ തൊട്ടിട്ടോ ജസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നതാണ് കാണിച്ചിട്ട് ഇവിടെയുള്ള ലിക്വിഡിറ്റിയൊക്കെ എടുത്തിട്ടോ ഇത് തിരിച്ച് കയറാമെന്നുള്ള ഒരു വ്യൂ. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ട്രെൻഡ് ലൈൻ മൂന്നാമത്തെ പോയിന്റിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്തുനിന്ന് പോലും റിവേഴ്സ് ആകാം എന്നുള്ളൊരു വ്യൂ. അപ്പോൾ അവിടെ ഒരു എന്തെങ്കിലും ക്യാൻഡിലിൻ്റെ കൺഫർമേഷനോ ബൈയിങ് സിഗ്നലോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ബൈ നോക്കാം. ഇപ്പോൾ ഡെയിലിയിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് ക്യാൻഡിലിൽ വന്ന മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ ഏരിയയിൽ എത്തിയപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഡെയിലിയിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് വെച്ചു. അതിന് ശേഷം എന്താ സംഭവിച്ചത്? ഹയർ ലോയിലാണ് പോയത്. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ സ്റ്റഡി ചെയ്യണം. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിലോ ഇവിടെ വന്നിട്ട് ആ ഒരു അവസാനത്തെ ലോയിനെ കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു ബൈയിങ് പ്രഷർ കാണിച്ചു. നേരത്തെ ലോ റെസിസ്റ്റൻസ് ആയി താഴത്തോട്ട് വന്നു. വീണ്ടും തിരിച്ച് ചെല്ലുമ്പോൾ അതെ ഇവിടെ ഇപ്പോൾ ആ ഒരു ലോയിനെ കട്ട് ചെയ്തതുകൊണ്ടാണ് വീണ്ടും തിരിച്ച് താഴത്ത് വന്നത്. ഓക്കെ, പിന്നെ ഇത് 100% അല്ല 100 ട്രേഡും നമുക്ക് സക്സസ് ആവണമെന്നൊന്നുമല്ല. പക്ഷേ ഒരു 80-85% എന്തായാലും ഇത് സക്സസ് ആവും. ഇടയ്ക്ക് എസ്ഐറ്റികൾ വരുമെന്നേ, അത് കൊടുത്തേക്കുക. പക്ഷേ ഈ ഒരു വ്യൂ തന്നെ നോക്കി നമ്മൾ പോവുക. ഈ ചാർട്ടിലുള്ള ഈ ഒരു വ്യൂ എന്താണോ ഈ ഒരു ചാർട്ടിലുള്ള വ്യൂ കാണിക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തായിരുന്നു സംഭവിച്ചത്? ഇവിടെ ഒരു സൈഡ് വേസ് സിറ്റുവേഷൻ ആയിരുന്നു ഡെയിലി ടൈം ഫ്രെയിമിൽ. കണ്ടോ, ട്രെൻഡായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകുന്നില്ല, ആ ഒരു റേഞ്ചിനുള്ളിൽ തന്നെ നിന്നിരുന്നത്. അപ്പോൾ ഇതൊരു സൈഡ് വേസ് ആണെങ്കിൽ അത് സൈഡ് വേസ് ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. കണ്ടില്ലേ, ഇതൊരു റേഞ്ചിനുള്ളിലാണ് ഇത്രയും സമയം നിന്നിരുന്നത്. അതിനുശേഷം എന്ത് സംഭവിച്ചു? അവിടെയുള്ള ആ ഒരു ഡിമാൻഡ് ഏരിയയ്ക്ക് താഴത്ത് മാർക്കറ്റ് വരാൻ പറ്റി വീണ്ടും താഴത്തേക്ക്. അപ്പോൾ താഴത്തോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? തിരിച്ച് കയറുമ്പോൾ തൊട്ട് മുമ്പുള്ള ഹൈ വരെയും റെസിസ്റ്റൻസ് ആകാം എന്നുള്ള ഒരു വ്യൂ. തിരിച്ച് താഴത്ത് വരുമ്പോൾ എവിടെയെങ്കിലും നല്ലൊരു ഡിമാൻഡ് ഏരിയ ഉണ്ടെങ്കിൽ അതൊരു സപ്പോർട്ട് ഏരിയ ആകാം. അപ്പോൾ താഴത്തോട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ സപ്പോർട്ടുകൾ മാർക്ക് ചെയ്ത് കൊടുത്തോണം. അതൊരു സോണാക്കി വരയ്ക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു വരയായിട്ടേ കാണിക്കുന്നുള്ളൂ. ഓക്കെ, ഇങ്ങനെ താഴത്തേക്ക് വരുമ്പോൾ എവിടെയൊക്കെ സപ്പോർട്ട് എടുക്കാം എന്നുള്ളൊരു വ്യൂ നമുക്കുണ്ടാവണം. ഓക്കെ, ഇനിയും താഴത്തോട്ട് വരികയാണെങ്കിൽ ഇവിടം വരെ ഇത് സപ്പോർട്ട് എടുക്കാമായിരുന്നു. ഓക്കെ, ഇപ്പോഴത്തെ അവസാനത്തെ ആ ഒരു നല്ലൊരു ഡിമാൻഡ് ഏരിയയിലാണ് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത്. മന്ത്ലിയിലായാലും വീക്ക്ലിയിലായാലും ഡെയിലിയിലായാലും അവസാനത്തെ നല്ലൊരു ഡിമാൻഡ് ഏരിയയിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ചാർട്ടിൻ്റെ വ്യൂ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നേ. ഇപ്പോൾ ഇവിടെ എന്തായി? നല്ലൊരു ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. ഇവിടെ വന്നിട്ട് ഈ ഡെയിലി ടൈം ഫ്രെയിമിൽ അവസാനത്തെ ഹൈ, ആ ഹൈക്ക് മേളിൽ പോയി തിരിച്ച് ഓൾ ടൈം ഹൈ
നേരത്തെ മെയിൻ ഒരു സപ്ലൈ ഏരിയ അല്ലെങ്കിൽ നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ അവിടെയായിരുന്നു. ആ ഹൈ വരെ പോയതിന് ശേഷമാണ് മാർക്കറ്റ് വീണ്ടും താഴെ വന്നത്. അപ്പോൾ തിരിച്ച് കയറുമ്പോൾ എന്ത് സംഭവിക്കണം? തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ പോകണം. ആ ഹൈക്ക് മേളിൽ പോകാതെ വീണ്ടും താഴത്തേക്ക് നേരത്തെ ലോയ്ക്ക് താഴത്ത് ജസ്റ്റ് വരാൻ പറ്റി തിരിച്ച് കയറുമ്പോൾ ഈ ഹൈക്ക് മേളിൽ പോകണം. അപ്പോൾ ഇത് എന്താ സംഭവിച്ചിരിക്കുന്നത്? തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ വരാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 2 പോയിൻ്റ് തമ്മിൽ കണക്ട് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ട്രെയിൽ ലൈൻ അന്നേരം ഓൺ ദ സ്പോട്ടിൽ നമ്മൾ മാർക്ക് ചെയ്യുക. കൂടുതൽ ടച്ചസ് കിട്ടത്തക്ക രീതിയിലൊന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ട്രെയിൽ ലൈൻ്റെ വ്യൂ എന്താണ്? ട്രെയിൽ ലൈൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ട്രെയിൽ ലൈനെ തൊട്ടിട്ട് പോവാം, ട്രെയിൽ ലൈൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് റിവേഴ്സ് ആകാം, ട്രെയിൽ ലൈനെ ജസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നതാണ് കാണിച്ചിട്ട് റിവേഴ്സ് ആകാം. അവിടെ നിന്ന് എങ്ങനെയാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരുന്നത്? ലോവർ ലോയിലല്ലേ. ഇത് തിരിച്ച് കയറണമെന്നുണ്ടെങ്കിൽ അവസാനത്തെ ഹൈക്ക് മേളിൽ കയറണം. കയറുന്നില്ല, കയറാതെ ഇങ്ങനെ ഇറങ്ങി താഴത്തായിട്ട് വന്നിരുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് കയറി ഒരു ഹൈ വെച്ചിട്ട് താഴെ വന്നു. ഇനി തിരിച്ച് കയറുമ്പോൾ ഈ ഹൈ വരെയും ഇത് റെസിസ്റ്റൻസാണ്. അപ്പോൾ നിലവിലുള്ള ഇപ്പോഴത്തെ ഒരു ഹൈ ഇതാണ്. അപ്പോൾ ഈ ഹൈക്ക് മേളിൽ കയറണം. സ്ട്രോങ് ആയിട്ട് കയറി കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് വരണമെന്നില്ല. വന്നു കഴിഞ്ഞാലും ഈ ലോ വരെയും സപ്പോർട്ടാകാം. അല്ലെങ്കിൽ ഈ ലോയ്ക്ക് താഴത്തുള്ള ലിക്വിഡിറ്റി എല്ലാം എടുത്ത് പുതിയൊരു ലോ വെച്ചിട്ട് വീണ്ടും തിരിച്ച് ഹയർ ലോയിൽ തന്നെ മാർക്കറ്റ് വീണ്ടും ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഈ ട്രെയിൽ ലൈൻ ഇങ്ങനെ വരുന്നുണ്ട്. അത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഈ ട്രെയിൽ ലൈനെ ഇങ്ങനെ മാർക്ക് ചെയ്തിടുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ ട്രെയിൽ ലൈനെയും ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ കയറി പോകാനുള്ള സാധ്യത എവിടെയുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ കയറി പോകണമെന്നല്ല. ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ചിലപ്പോൾ കുറച്ച് ആഴ്ചകളെടുക്കാം, കുറച്ചധികം ദിവസങ്ങളെടുക്കാം ചിലപ്പോൾ. അങ്ങനെയായിരിക്കും പിന്നീട് മേപ്പോട്ട് കയറിപ്പോകാൻ പോകുന്നത്. അല്ലാതെ ഒറ്റയടിക്കൊന്നും പോകണമെന്നൊന്നുമില്ല. ഒറ്റയടിക്ക് കയറി പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേൾഡിൽ വലിയ എന്തെങ്കിലും ന്യൂസ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളോ നല്ല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേൾഡിൽ വാർ നടക്കുന്ന ഇഷ്യൂ അല്ലെങ്കിൽ താരിഫ് ഇഷ്യൂ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാകണം. വലിയൊരു മൂവൊക്കെ ഒറ്റയടിക്ക് നടന്നു പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതലും മാർക്കറ്റ് കയറി ഇറങ്ങിയും പെയ്യനെ അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ നിലവിലെ ഡെയിലിയിലെ വ്യൂ ഇതാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് 1 അവർ നോക്കാം. ഇത് എല്ലാ ടൈം ഫ്രെയിമിലും ഈ വ്യൂ തന്നെയാണെന്നേ നമ്മൾ നോക്കണം. നമ്മൾ ഏത് ടൈം ഫ്രെയിമിലാണോ ട്രേഡ് ചെയ്യുന്നത് ആ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഇതേ രീതിയിൽ സ്റ്റഡി ചെയ്തങ്ങ് പ്ലാൻ ചെയ്താൽ മതി. ഇത് ജസ്റ്റ് ഈ ഒരു ഏരിയ 1 അവർ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് മേളി വരെ പോയി, തിരിച്ച് ഇവിടുന്ന് ഒരു സെല്ലിംഗ് പ്രഷർ വന്നിരുന്നു, മേളിലോട്ട് പോയി ഒരു സെല്ലിംഗ് പ്രഷർ വന്നു. തിരിച്ച് കയറുമ്പോൾ തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ കയറാൻ പറ്റുന്നില്ല. അപ്പോൾ ബയ്യേഴ്സ് സ്ട്രോങ് ആണെങ്കിൽ ഇവിടെ നിന്ന് പതുങ്ങരുത്, സൈഡായിട്ട് നിന്നതാണ്. ഇവിടെ തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ കയറുന്നില്ല. എന്തായി? ഒന്ന് സൈഡായിട്ട് വീണ്ടും അവസാനത്തെ ആ ലോയിനെ കട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇതിനെ നമ്മളൊരു എംപാറ്റേണെന്നൊക്കെ പറയും. ഇവിടെ പാറ്റേൺ ബേസ് നോക്കുമ്പോൾ എന്തായി? തിരിച്ച് കയറുമ്പോൾ തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ കയറുന്നില്ല, താഴെ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് വന്നു. വരികയാണെങ്കിൽ നമ്മൾ താപ്പോട്ട് വരുമ്പോൾ സപ്പോർട്ടുകളെ അന്നേരം മാർക്ക് ചെയ്ത് പോകുന്നതാണ്. ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്. തിരിച്ച് താഴത്ത് വരുമ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പ് സപ്പോർട്ടായിട്ട് റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യാമെന്നുള്ളൊരു വ്യൂ അവിടെ ഉണ്ട്. അതും നമ്മൾ നോക്കിക്കോണം. ഓക്കെ, ആ ഒരു ഗ്യാപ്പിൻ്റെ ഹൈ മുതൽ ഇവിടെ ഒരു സെല്ലിംഗ് ഹാൻഡിലുണ്ട്. ആ സെല്ലിംഗ് ഹാൻഡിലിൻ്റെ ലോ മുതൽ ഈ ഒരു ഹൈ വരെ ആ ഗ്യാപ്പിൻ്റെ സപ്പോർട്ടായിട്ട് അവിടെ ആക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു ഗ്യാപ്പ് കിടക്കുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ തിരിച്ച് താഴത്തോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കാം? അടുത്ത സപ്പോർട്ടിനെ നമ്മൾ നോട്ട് ചെയ്യുക. താഴത്തോട്ട് വരുമ്പോൾ അടുത്ത ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കാം. ഓക്കെ, പിന്നെയും താഴത്തോട്ട് വരുമ്പോൾ ഇവിടെ ഒരുപാട് തവണ റെസിസ്റ്റൻസ് ആയിട്ട് നിന്നിരുന്ന ഒരു ഏരിയ, ഇത് നല്ലൊരു സപ്പോർട്ടാകാം ഇറങ്ങി വന്നാലും. ഓക്കെ, അപ്പോൾ താഴത്തോട്ട് വരുമ്പോൾ ഇത് എവിടെയൊക്കെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാം എന്നൊക്കെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് ഇട്ടോണം. അപ്പോൾ ഇത് ഇറങ്ങി വന്നിട്ട് എവിടെ വന്നിട്ടാണ് അവസാനത്തെ ഹൈക്ക് മേളിൽ കയറാൻ പറ്റിയ മാർക്കറ്റ്? ഇവിടെ വന്നു, തിരിച്ച് കയറാൻ നോക്കി, താഴെ വന്നു. ഇവിടുന്ന് മേളിലെങ്ങും ഇല്ലാത്തൊരു ബയ്യും പ്രഷർ ഈ ഒരു 1 അവറിൽ കണ്ടോ? നല്ലൊരു ബയ്യും പ്രഷറാണ് വന്നത്. അതിന് ശേഷം എന്ത് സംഭവിച്ചു? അവസാനത്തെ ഹൈ ഇതാണ്. ആ ഹൈക്ക് മേളിലും സ്ട്രോങ് ആയിട്ട് കയറാൻ പറ്റി. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഈ ലോ വരെയും ഇത് സപ്പോർട്ടാണ്. അവസാനത്തെ ലോ ഇതാണ്. ഈ ലോ വരെയും ഇത് സപ്പോർട്ട്. ഈ ലോയ്ക്ക് താഴത്ത് പോലെ ഈ ലോയ്ക്ക് താഴത്ത് വന്നാൽ വീണ്ടും അടുത്ത ലോയിലോട്ട് മാർക്കറ്റ് വരാം. അപ്പോൾ അവസാനത്തെ ഹൈക്ക് മേളിൽ കയറി ആ ട്രെൻഡ് റിവേഴ്സ് ആകുന്നു എന്നുള്ള സിഗ്നലാണ് അവിടെ. പിന്നെ എന്തായി? മാർക്കറ്റ് ട്രെൻഡായി. തൊട്ട് മുമ്പുള്ള ലോ വരെയും ഇത് ഇറങ്ങി വന്നാൽ സപ്പോർട്ടാകാം. തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ കയറി. അപ്പോൾ നേരത്തെ ഇറങ്ങി വന്ന ഫസ്റ്റ് ഹൈ ഏരിയയിൽ നിന്ന് നല്ലൊരു സെല്ലിംഗ് പ്രഷർ വന്നതിന് ശേഷം വീണ്ടും ഇവിടെ വന്നിട്ട് അവസാനത്തെ ലോയ്ക്ക് താഴത്ത് വീണ്ടും വന്നു.
ഓക്കെ, അപ്പോൾ ആ ലോയ്ക്ക് താഴത്തിറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അടുത്ത സപ്പോർട്ടുകളെ തേടി മാർക്കറ്റ് വരും. അപ്പോൾ ഇത് നല്ലൊരു ഡിമാൻഡ് ഏരിയയാണ്. ഇവിടെ വന്നിട്ട് വീണ്ടും എന്തായി, സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും തിരിച്ച് കയറുമ്പോൾ ഈ ഹൈ വരെയും റെസിസ്റ്റൻസ് ആകാം. ഈ ഹൈക്ക് മേളിൽ കയറണമെങ്കിൽ അടുത്ത ഹൈ വരെ പോകാനുള്ള സാധ്യത എവിടെ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഹൈക്ക് മേളിൽ കയറി തിരിച്ച് താഴത്ത് വരുമ്പോൾ തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് വരരുത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, തിരിച്ച് ബയേഴ്സ് സ്ട്രോങ് ആണെങ്കിൽ ഈ അവസാനത്തെ ഹൈക്ക് മേളിൽ കയറിക്കോണം. കയറുന്നില്ല, കയറാതെ തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് വീണ്ടും വന്നു, അവസാനത്തെ ലോയിനെ വീണ്ടും കട്ട് ചെയ്തു. അപ്പോൾ എന്തായി, തിരിച്ച് കയറുമ്പോൾ അവസാനത്തെ ഹൈക്ക് മേളിൽ കയറിക്കോണം. അത് വീണ്ടും അടുത്ത ഡിമാൻഡ് ഏരിയയിലേക്ക് വീണ്ടും വന്ന് തൊട്ട് താഴത്തുള്ള ലിക്വിഡിറ്റിയൊക്കെ എടുത്തു മറ്റുള്ളവരുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ കണ്ട് ചെയ്തതിന് ശേഷം ഇവിടുന്ന് വീണ്ടും കയറാൻ ശ്രമിച്ചു. അപ്പോൾ ഇവിടുന്ന് തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ കയറി തിരിച്ച് കയറുമ്പോൾ എന്ത് സംഭവിക്കണം, അവസാനത്തെ ഹൈക്ക് മേളിൽ പോകണം. അപ്പോൾ ഇത് ട്രെൻഡായിട്ടാണ് ഇവിടുന്ന് വന്നുകൊണ്ടിരുന്നത്, അത് നമ്മൾ നോട്ട് ചെയ്തിടുക. ഇവിടുന്ന് ട്രെൻഡായിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്, ഉണ്ടല്ലേ. അപ്പോൾ ട്രെൻഡായിട്ട് വരുമ്പോൾ ഈ ട്രെൻഡ് ലൈൻ്റെ ഏരിയയിൽ വന്നിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആകും. അപ്പോൾ ഇത് കൂടുതൽ ടച്ചസ് കിട്ടത്തക്ക രീതിയിൽ താപ്പോട്ട് വരുമ്പോൾ ഇതിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എവിടെ നിന്നാണോ കൂടുതൽ ടച്ചസ് ആയിട്ട് കിട്ടുന്നത് അത് തമ്മിൽ ഇങ്ങനെ കറക്റ്റായിട്ട് എപ്പോഴും ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ട്രെൻഡ് ലൈൻ വരച്ചാലും കൂടുതൽ ടച്ചസ് കിട്ടത്തക്ക രീതിയിൽ ഒരു സോൺ പോലൊക്കെ മാർക്ക് ചെയ്തിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ നമ്മളെപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതുപോലെ താഴത്ത് സപ്പോർട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ ആ സപ്പോർട്ടുകൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടോണം. അതൊരിക്കലും മറക്കരുത്. ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് ഇട്ടേക്കുക, അതെവിടം വരെ സപ്പോർട്ട് എടുക്കാം എന്നുള്ള വ്യൂ ഒക്കെ. അപ്പോൾ ഇപ്പം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് മാർക്കറ്റ്, ലോവർ ഹൈ ലോവർ ലോയില്ല, അവസാനത്തെ ഹൈക്ക് മേളിൽ കയറണം. ട്രെൻഡായിട്ട് വരുമ്പോൾ ആ ട്രെൻഡ് ലൈൻ്റെ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആകാൻ ശ്രമിക്കാം. അപ്പോൾ അവിടെയുള്ള ക്യാൻഡിലുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പം നിലവിൽ എന്താണ് 1 അവറിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു ലോയിനെ കട്ട് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ 1 അവറിൽ കട്ട് ചെയ്ത് താഴെ വന്ന് നിൽക്കുകയാണ്. താഴെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഈ ഒരു ലെവൽ എന്തായി, തിരിച്ച് താഴത്തോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു ഗ്യാപ്പ് ഒരു 1 അവറിൽ ഈ ഒരു ഗ്യാപ്പ് ഒരു സപ്പോർട്ടാകാനുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അടുത്ത ദിവസം എന്ത് സംഭവിച്ചു, ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആയത്. അപ്പോൾ എന്തായി, ഗ്യാപ്പ് ഡൗൺ ആയപ്പോൾ വീണ്ടും അത് ലോവർ ഹൈ ലോവർ ലോയിൽ തന്നെ അതിൻ്റെ വ്യൂ. തിരിച്ച് കയറുമ്പോൾ അവസാനത്തെ ഹൈക്ക് മേളിൽ പോകണം. ആ ബോഡി മുതൽ വെക്ക് വരെയും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം. എന്തായി, വീണ്ടും താഴത്ത് വന്നു. താഴത്ത് വരുമ്പോൾ താപ്പോട്ടുള്ള സപ്പോർട്ടുകളെ നമ്മൾ നോക്കിക്കോണം. ഇത് ഹയർ ടൈം ഫ്രെയിമിൽ നമുക്ക് ഈ ചെറിയ ടൈം ഫ്രെയിമിൽ തൊട്ടടുത്ത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ ആ സപ്പോർട്ടുകളെ റെസിസ്റ്റൻസുകളെ നമ്മൾ മാർക്ക് ചെയ്തിട്ടോണം. ഇവിടെ സപ്പോർട്ട് എടുക്കാം, ആ ഒരു ബോഡിയുടെ ഏരിയ. തിരിച്ച് താഴത്ത് വരുമ്പോൾ ഇവിടെ വിക്കിൻ്റെ ഏരിയ വരെയും ഇത് സപ്പോർട്ടാകാം. ഓക്കെ, അപ്പോൾ എന്തായി, ആ ലോയിനെയും കട്ട് ചെയ്തു. അപ്പോൾ തിരിച്ച് കയറുമ്പോൾ എന്ത് സംഭവിക്കണം, അവസാനത്തെ ഹൈ എന്നൊരു ഏതാണ് ഈ 1 അവറിലെ 1 അവറിലെ അവസാനത്തെ ഹൈ ഇവിടെയാണ്. ഈ ഹൈക്ക് മുകളിൽ കയറണം. ആ ഹൈ അവിടുത്തെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ആ ഗ്യാപ്പ് ഏരിയയിൽ പോയിട്ട് മാർക്കറ്റ് വീണ്ടും താഴത്ത് വന്നത്. അപ്പോൾ ഇവിടുന്ന് കയറിപ്പോയ വഴിക്ക് ഇതും എങ്ങനെയാണ് പോകുന്നത്, 1 അവറിൽ കണ്ടില്ലേ ഓരോ പുൾ ബാക്കുകളും വരുന്നത്. സെല്ലിംഗ് പ്രഷർ ഈ ഒരു ഏരിയയ്ക്ക് അകത്ത് പോലും ഇത് സംഭവിക്കുന്നതുണ്ടോ, ഹയർ ഹൈ ഹയർ ലോ കണ്ടില്ലേ, അവസാനത്തെ ലോ തിരിച്ച് കയറി. അപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ എന്താണ്, ഈ ലോ വരെയും ഇത് സപ്പോർട്ടാകണം. ഈ ലോയ്ക്ക് താഴത്ത് വരില്ല, പക്ഷേ ഈ ലോയ്ക്ക് താഴത്ത് ഇത് സ്ട്രോങ് ആയിട്ട് ഇറങ്ങി. അപ്പോൾ തിരിച്ച് കയറുമ്പോൾ തൊട്ട് മുമ്പുള്ള ഹൈനെ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നേരത്തെ സപ്പോർട്ടിനെ പോലും റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാം. മാർക്കറ്റ് വീണ്ടും താഴത്തോട്ട് വരാം. തിരിച്ച് കയറുമ്പോൾ അവസാനത്തെ ഹൈക്ക് മേളിൽ കയറണമെങ്കിൽ ആ ഒരു ട്രെൻഡ് അവിടെ റിവേഴ്സ് ആകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഹൈക്ക് മേളിൽ കയറി കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ അടുത്ത ഹൈനെ തേടിപ്പോകും. അപ്പോൾ തിരിച്ച് മേപ്പോട്ട് പോകുമ്പോൾ തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് വരരുത്, ലോ വരെയും സപ്പോർട്ടാകാം. ഈ ലോയ്ക്ക് താഴത്ത് വന്നാൽ വീണ്ടും എന്ത് സംഭവിക്കാം, ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ആയി കിട്ടുകയാണെങ്കിൽ വീണ്ടും അവിടെ നിന്ന് തിരിച്ച് താഴത്തോട്ട് വരിക, അല്ലെങ്കിൽ ട്രെൻഡായിട്ട് വരികയാണെങ്കിൽ ട്രെൻഡ് ലൈനെ കണക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ താഴത്തോട്ടും വരാം. ഓക്കെ, ഇങ്ങനെ ട്രെൻഡായിട്ടും വരാം. ഇത് ഞാനിതിൽ വരച്ചപ്പോൾ ഇങ്ങനെയാണ് വന്നത്. നമ്മൾ കറക്റ്റായിട്ട് വരയ്ക്കുമ്പോൾ അത് കിട്ടിക്കോളും. കറക്റ്റായിട്ട് ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ കിട്ടുന്നില്ലെങ്കിൽ അത് നോക്കണ്ട, വിട്ടേക്കുക. കിട്ടുന്നിടത്ത് കറക്റ്റായിട്ട് ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഓൺ ദ സ്പോട്ടിൽ ട്രെൻഡ് ലൈൻ കൂടുതൽ ടച്ചസ് കിട്ടണം നമ്മൾ വരയ്ക്കുമ്പോൾ. പിന്നെ ചില ഏരിയയിൽ വരയ്ക്കുന്ന സമയത്ത് കൂടുതൽ ടച്ചസ് വരാതെ കിട്ടും, അത് കൺഫ്യൂഷനാവും. അപ്പോൾ അങ്ങനെയുള്ള ട്രെൻഡ് ലൈൻ നമുക്ക് ആവശ്യമില്ല.
താഴത്തോട്ടും അതുപോലെ തന്നെ പുതിയൊരു ലോ വെക്കുകയാണെങ്കിൽ താഴത്തും നമുക്ക് ഇതുപോലെ ഇങ്ങനെ ട്രെയിൽ ലൈൻ കണക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് താഴത്തെ എവിടം വരെ വന്നിട്ട് വീണ്ടും സപ്പോർട്ട് എടുക്കാം, എന്നിട്ട് മേപ്പോട്ട് കയറാം എന്നുള്ളൊരു വ്യൂ ഒക്കെ നമുക്ക് ഈ ട്രെയിൽ ലൈൻ വരയ്ക്കുമ്പം കിട്ടും. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ഇനി നമ്മൾ 5 മിനിറ്റിൽ നോക്കുന്നത്. അപ്പോൾ ഇൻട്രാഡേ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 5 മിനിറ്റിൽ വന്നിട്ട് ഇതുപോലെ ഹയർ ഹൈ ഹയർ ലോ ലോവർ ഹൈ ലോവർ ലോ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ട്രെയിൽ ലൈൻ നോക്കിയിട്ട് ട്രേഡും കാര്യങ്ങളും ഇൻട്രാഡേക്ക് വേണ്ടി പ്ലാൻ ചെയ്യുക. സ്കാൾപ്പിങ്ങിന് നോക്കാം, 1 മിനിറ്റിൽ നോക്കാം, 3 മിനിറ്റിൽ നോക്കാം, ഏത് ടൈം ഫ്രെയിമിലും ഈ സ്റ്റഡി തന്നെ അവിടെ നോക്കുന്നത്. നമ്മൾ ഈ ഇത്രയും ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ തന്നെ അതാണ്ട് ഇവിടെ നിന്ന് 5 മിനിറ്റിലും കണ്ടില്ലേ, ഇതിൻ്റെ ഡിമാൻഡ് ഏരിയ അല്ലെങ്കിൽ ഒരു സപ്ലൈ ഏരിയ എവിടെയായിരുന്നു, ഇവിടെയായിരുന്നു. അവിടെ നിന്നാണ് ഇറങ്ങി ഇത്രയും ദൂരം വന്നത്. ഇവിടെ വന്നിട്ട് എന്തായി, 5 മിനിറ്റിൽ ഒന്ന് കയറാൻ നോക്കി, തിരിച്ച് താഴത്ത് വന്നപ്പോൾ തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് പോയില്ല. എന്തായി, അവസാനത്തെ ഹൈക്ക് മേളിൽ കയറാൻ പറ്റി. അപ്പോൾ തിരിച്ചു വരുമ്പോൾ തൊട്ട് മുമ്പുള്ള ലോ വരെയും ഇത് സപ്പോർട്ടാകാം എന്നുള്ളൊരു വ്യൂ. ചിലപ്പോൾ തൊട്ട് താഴത്തുള്ള ലോയ്ക്ക് താഴത്ത് ചെറുതായിട്ട് പോയിട്ട് ലിക്വിഡിറ്റിയൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും തിരിച്ച് മേപ്പോട്ട് കയറിപ്പോകും. അപ്പോൾ ഇവിടെ എന്തായി, വീണ്ടും മാർക്കറ്റ് തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് വരാതെയാണ് കയറിപ്പോകുന്നത്. കണ്ടില്ലേ, ഇവിടെ വന്നു, തിരിച്ച് വീണ്ടും കയറാൻ നോക്കി, ഈ ഒരു ലോയ്ക്ക് താഴത്ത് വരാൻ പറ്റി ഇവിടെ. പക്ഷേ തിരിച്ച് താഴത്ത് വന്നപ്പോൾ തൊട്ട് മുമ്പുള്ള ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ സപ്പോർട്ട് എടുത്തു. അപ്പോൾ താഴെ നോക്കുകയാണെങ്കിൽ ഇത് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ട്രെൻഡായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ട്രെൻഡ് ലൈനെ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കണം. ട്രെൻഡായിട്ട് പോവുകയാണ്, കൂടുതൽ ടച്ചസ് കിട്ടത്തക്ക രീതിയിൽ കൊടുത്താൽ മതി. ടച്ച് കിട്ടുന്നില്ല എങ്കിൽ അതിനെ വിട്ടേക്കുക. ഓക്കെ, അപ്പോൾ ഇത് കൂടുതലും ഇങ്ങനെയാണ് താഴെ നിന്ന് ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരുന്നത്. മേപ്പോട്ട് എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്, ഇവിടുന്ന് വീണ്ടും മേളിൽ കയറി താഴെ വരുമ്പോൾ തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് വരൽ, തിരിച്ച് കയറി തൊട്ട് മുമ്പുള്ള ഹൈക്കും മേളിൽ പോകുന്നില്ല. അപ്പോൾ ഇവിടെ എന്താ സൂചിപ്പിക്കുന്നത്, തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ പടയെന്ന് പറഞ്ഞ് കയറിക്കോണം, കയറുന്നില്ല, പെടാപ്പാട് വിടുന്നു. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് മനസ്സിലാക്കാം, ഈ ഒരു സമയത്ത് സെല്ലിംഗ് പ്രഷർ കുറച്ച് കൂടുതൽ വരുന്നുണ്ട്, ബയ്യേഴ്സ് ആ സമയത്ത് കുറച്ച് കുറയുന്നുണ്ട് എന്നാണ്. വീണ്ടും മാർക്കറ്റ് ട്രെയിൽ ലൈൻ്റെ ഏരിയയിൽ വന്നു, നല്ലൊരു ബയ്യും പ്രഷർ കാണിച്ച് വീണ്ടും മാർക്കറ്റ് ഇവിടെ നിന്ന് എങ്ങനെയാണ് പോകുന്നത്, തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് വരാതെ ഇങ്ങനെ കയറിയാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് എൻട്രിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നമ്മൾ നല്ല സപ്പോർട്ട് റെസിസ്റ്റൻസുകളും നോക്കിയിട്ട് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ സ്റ്റഡി, അവിടുത്തെ സൈക്കോളജി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം എൻട്രിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ. നമ്മളിപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എല്ലാ ടൈം ഫ്രെയിമിലും ഈ ഒരു ഹയർ ഹൈ ഹയർ ലോ ലോവർ ഹൈ ലോവർ ലോ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ വെച്ചിട്ട് എങ്ങനെയാണ് ആ ഒരു ചാർട്ടിൻ്റെ വ്യൂ മനസ്സിലാക്കുന്നത് എന്നുള്ളത്. ഈ ഒരു വ്യൂ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാര്യങ്ങൾ കുറച്ച് എളുപ്പമാണ്. ഈ ഒരു വ്യൂ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹയർ ഹൈ ഹയർ ലോ ലോവർ ഹൈ ലോവർ ലോ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ, ഇത്രയും കാര്യങ്ങൾ മതി ആ ഒരു ചാർട്ടിൻ്റെ വ്യൂ നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ലോകത്തുള്ള എല്ലാ ചാർട്ടിലും ഇതേ രീതിയിൽ സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് ചാർട്ടിൻ്റെ വ്യൂ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു 5 മിനിറ്റിൽ എങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്, 5 മിനിറ്റിൽ നോക്കുമ്പോഴും ഇവിടെ നമുക്ക് കണ്ണിൽ കാണാൻ പറ്റും എന്താണ്, ഇവിടെ നിന്ന് ഇറങ്ങി താഴെ വന്നു, തിരിച്ച് കയറാൻ നോക്കി, താഴെ വന്നു, തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ കയറണം, കയറുന്നില്ല, താഴെ വന്നു, തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ കയറണം, പറ്റുന്നില്ല, തൊട്ട് മുമ്പുള്ള ഹൈ വരെയും ഇത് റെസിസ്റ്റൻസ് ആകാം. എന്തായി, വീണ്ടും ലോവർ ഹൈ ലോവർ ലോയിൽ തന്നെ കണ്ടില്ലേ, അവസാനത്തെ ഹൈക്ക് മേളിൽ പോകണം, അവസാനത്തെ ഹൈ വരെയും ഇത് റെസിസ്റ്റൻസ് ആകാം. ഇതിൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ തിരിച്ചിനിയിപ്പോൾ ഇവിടുന്ന് കയറുമ്പോൾ ഇവിടെ ഒരു ഹൈ ഉണ്ട്, ഈ ഹൈക്ക് മേളിൽ കയറിയാലേ ഇത് തിരിച്ച് ഈ ഹൈ വരെ വരും. അപ്പോൾ ഇത് നല്ലൊരു സപ്ലൈ ഏരിയ ആണ്. കാരണം എന്താ, ഇവിടെ നിന്നാണ് ഈ മാർക്കറ്റ് ഇവിടം വരെ ഒരു ബിഗ് മൂവ്മെൻറ്റ് വന്നത്. അപ്പോൾ തിരിച്ച് ചെല്ലുമ്പോൾ ഇവിടെ വീണ്ടും റെസിസ്റ്റൻസ് ആകാമെന്നുള്ളൊരു വ്യൂ ഉണ്ട് അവിടെ ഉണ്ട്, ഈ ഒരു ഹൈക്ക് മേളിൽ കയറിയാൽ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ടൈം ഫ്രെയിമിലും പോയിട്ട് ഹയർ ഹൈ ഹയർ ലോ ലോവർ ഹൈ ലോവർ ലോ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ വെച്ചിട്ട് സ്റ്റഡി ചെയ്യുക. ട്രെൻഡായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ ഒരിക്കലും മറക്കരുത്. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ട്രെൻഡായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്, തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ കയറാതെ ഇങ്ങനെ ട്രെൻഡായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ മേപ്പോട്ട് പോയാൽ താഴോട്ട് വരുമ്പോൾ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, കൂടുതൽ ടച്ചസ് കിട്ടത്തക്ക രീതിയിൽ. ഓക്കെ, കണ്ടില്ലേ, ട്രെൻഡായിട്ടല്ലേ താപ്പോട്ട് വന്നുകൊണ്ടിരുന്നത്. ഇവിടെ നോക്കുമ്പോഴോ
കണ്ടില്ലേ? ഇവിടെ വന്നിട്ട് ഒരുപാട് തവണ സപ്പോർട്ടായിട്ട് എടുത്തതാണ്. 1 2 3 4 5 6ാമത് എന്തായി? അതിനെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ തിരിച്ച് കയറുമ്പോൾ അവസാനത്തെ ഹൈ വരെയും റെസിസ്റ്റൻസ് ആക്കാം. അവിടെ നിന്നാണ് താഴത്ത് വന്നത്. അപ്പോൾ പുതിയ ലോ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത സപ്പോർട്ടിനെ തേടി വീണ്ടും വരും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഓരോ ചാർട്ടിലും പോയിട്ട് എന്ത് ചെയ്യുക? ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ. ഇനി ഇതിനകത്ത് കൂടുതൽ സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചോദിക്കാം. ഓക്കെ. അപ്പോൾ അതിൻ്റെ വാട്സാപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ താഴത്ത് കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. ഓക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.